Hi students, welcome back to our next class. In this class, we can discuss about the second aspect of receivable management. The first aspect of receivable management we have already discussed in our previous video lesson. The next aspects of receivable management is determining credit terms. First one is determining credit policy. Credit policy is the policy adopted for granting credit to customers. There are two types of policies are there, liberal policy and stringent policy. A liberal policy can bring maximum profit and reduces liquidity. The stringent policy will bring the low profitability and high liquidity. Anyway, the firm has to adopt an optimum credit policy. It is a trade-off between the profitability and liquidity. Then the next aspect of receivable management is determining credit terms. What do you mean by credit terms? Credit terms are the terms and conditions or stipulations upon which the credit is granted. These are the terms or conditions or stipulations upon which the credit is granted. ഇപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ വെക്കാറുണ്ട് അല്ലെ. ഇപ്പം ഏതൊരു സെയിൽ ആയിക്കോട്ടെ, എന്തൊരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ദർ മേ ബി സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ സ്റ്റിപ്പുലേഷൻസ്. ദീസ് ആർ ക്രെഡിറ്റ് ടേംസ്. ക്രെഡിറ്റ് ടേംസ്, വൺസ് അഗൈൻ, credit terms are the stipulations upon which the credit is granted to customer. The stipulations or terms and conditions are specified in the credit agreement. Before providing credit, the credit agreements are specified the terms and conditions upon which the credit is granted. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതിനുള്ള ആ ടേംസും കണ്ടീഷൻസും ഒക്കെ ക്രെഡിറ്റ് എഗ്രിമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. Then there are three elements are involved in credit terms. First one, credit period. Second one, discount. Third one, credit standard. They are credit period, discount and credit standard. Credit period is the length of time for which the credit is granted. Credit period is the length of time for which the credit is granted to the customer by the firm. ഫേം കസ്റ്റമറിന് എത്ര പീരീഡ് ആണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, എത്ര ടൈമിനുള്ളിലാണ് അവർ പേ ചെയ്യേണ്ടതായിട്ട് പറയുന്നത്, ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ പറയുക ക്രെഡിറ്റ് പീരീഡ്. ദ ക്രെഡിറ്റ് പീരീഡ് മേ ബി 2 months, 3 months or even 1 month. ഇപ്പോൾ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ കമ്പനി പറയാണ്, ഒരു ഫേം പറയാണ് 2 monthsനുള്ളിൽ പേയ്മെന്റ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ 3 monthsനുള്ളിൽ പേയ്മെന്റ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ 45 daysനുള്ളിൽ പേയ്മെന്റ് നടത്തിയാൽ മതി. അങ്ങനെ കമ്പനി കസ്റ്റമർക്ക് കൊടുക്കുന്ന ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ്, എത്ര കാലത്തേക്കാണ് ആ ക്രെഡിറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര കാലത്തിനുള്ളിലാണ് അതിന് പേയ്മെന്റ് നടത്തേണ്ടത്, ആ പീരീഡ് ആണ് ക്രെഡിറ്റ് പീരീഡ്. Then discount. Discount is an attractive tool for making early payment. കസ്റ്റമേഴ്സിനെ കൊണ്ട് പെട്ടെന്ന് പേയ്മെന്റ് നടത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടൂളാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട്സ് ആർ ഗിവൺ ഫോർ ഏർലി ആൻഡ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ഡെറ്റ്. ഡെറ്റൊക്കെ വേഗത്തിൽ അടയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് നമ്മളുടെ ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 45 days ആണ് ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ് ഈസ് 45 days. ദ ഫേം is requested to pay the amount within 10 days. ഇപ്പൊ ഫേം പറയാണ്, കസ്റ്റമറിനോട് പറയാണ് 45 ദിവസത്തെ ഒരു ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പറയാണ് വിത്തിൻ 10 days, ഫസ്റ്റ് 10 daysനുള്ളിൽ അതിന് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ ഡിസ്കൗണ്ട്സ് ആർ ഗിവൺ. അപ്പൊ നേരത്തെ പേയ്മെന്റ് നടത്താൻ വേണ്ടി ഇവർ കൊടുക്കുന്ന ഒരു ടൂളാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ക്രെഡിറ്റ് പീരീഡും ഡിസ്കൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ടൈം അപ്പോൺ വിച്ച് ദ ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ്, എത്ര കാലത്തേക്കാണ്, എത്ര കാലത്തും കൊണ്ടാണ് അവർ പേയ്മെന്റ് നടത്തേണ്ടത്, ആ ഒരു പീരീഡാണ് ക്രെഡിറ്റ് പീരീഡ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഏർലി പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്താൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇൻസെന്റീവ് പോലെയാണ് ഈ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുക. Then the third aspects of credit terms is credit standard. For selecting customer for credit sales,
സ്റ്റാൻഡേർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻ. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യണം. എങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അതാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് ജനറലി ഡിനോട്ട്സ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമറുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഈ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് ആർ collection cost, average collection period, level of bad debt and level of sales. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡിനെ, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില സ്റ്റാൻഡേർഡുകളാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ഈ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഫേമിന്റെ കളക്ഷൻ കോസ്റ്റ്, ഡെറ്റ് കളക്ട് ചെയ്യാനുള്ള അവരുടെ കോസ്റ്റ് എത്രയാണ് അവർ ഡെറ്റേഴ്സിന് പേയ്മെന്റ് നടത്താനായിട്ട് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ആവറേജ് കളക്ഷൻ പീരീഡ്, എത്രയാണ് അവരുടെ ബാഡ് ഡെറ്റ്, തിരിച്ചടയ്ക്കാതെ വരുന്ന ഡെറ്റുകൾ എത്രയാണ്, സെയിൽസ് എത്രമാത്രം നടക്കുന്നു, ഇതിന്റെയൊക്കെ ബേസിലാണ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ തീരുമാനിക്കുന്നത്. Second aspect of receivable management is determining credit terms. Credit terms are the stipulations or terms and conditions upon which the credit is granted. These are the terms and conditions which are specified on the agreement of credit. Then there are three aspects of credit terms: credit period, discounts and credit standard. The third aspect of receivable management is evaluating the credit applicants. It is one of the important aspect of receivable management is to lay down clear-cut guidelines and procedure for granting credit to individual customer. Individual customerക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ക്ലിയർ കട്ട് പോളിസി ഉണ്ടായിരിക്കണം. All consumers are or customers are not equal. They will have individual differences. They may have slow payers, they may have fast payers, etc. അപ്പോൾ നമുക്കറിയാം all customers are not equal. They are individually different. Now, evaluating credit applicants. Before granting credit, it is one of the important duty of a firm is to evaluate the credit applicant. For the purpose of this, all customers are not considered as equal. Some customers are of slow payers, some of fast payers, etc. അപ്പോൾ പലരും പല രീതിയിലാണ് പേയ്മെന്റ് നടത്തുക. ചിലർ നല്ല ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് ഉള്ളവരായിരിക്കും, അവർ വേഗത്തിൽ പേയ്മെന്റ് നടത്തും. ചില ആളുകൾ എപ്പോഴും പേയ്മെന്റ് ഡിലേ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒരുപോലെ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. There are steps in evaluating the credit applicants. Credit applicants-നെ evaluate ചെയ്യുമ്പോൾ some steps to be followed. They are collecting credit information about the customer. Before granting credit, there are some steps to be followed by a firm for granting credit to customer. കസ്റ്റമർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫേം ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ്, ദ ഫേം ഹാസ് ടു കളക്ട് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി കസ്റ്റമർ. കസ്റ്റമറിനെ കുറിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ, അയാളുടെ ക്രെഡിറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം. Then investigating the credit capacity. ആ ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ the firm has to investigate the credit capacity of the customer. കസ്റ്റമറുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അയാൾ ഏബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം. The third step in credit applicants is credit analysis. Credit analysis means fixing credit limit for each and every കസ്റ്റമർ. ക്രെഡിറ്റ് നമ്മൾ ആദ്യം ഇൻഫോർമേഷൻ കളക്ട് ചെയ്തു, ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അതിന്റെ ബേസിൽ എത്ര ക്രെഡിറ്റ് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഹൗ മച്ച് ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ടു കസ്റ്റമർ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് അനാലിസിസ്. The fourth step is deciding collection procedure. What are the procedure to be adopted for collecting receivables? Receivables collect ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രൊസീജിയേഴ്സ് തീരുമാനിക്കാം. Then customers are carefully screened before providing credit. കസ്റ്റമറിന് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവരെ സ്ക്രീൻ ചെയ്യണം നമ്മൾ. ദേ ആർ സ്ക്രീൻഡ്. എങ്ങനെയാണ് നമുക്ക് സ്ക്രീൻ ചെയ്യുക? ബൈ യൂസിങ് സം ക്രെഡിറ്റ് ഇൻഫോർമേഷൻ. ക്രെഡിറ്റ് ഇൻഫോർമേഷന്റെ ബേസിൽ കസ്റ്റമേഴ്സിനെ സ്ക്രീൻ ചെയ്യും. വെർ ഡു വി ഗെറ്റ് ദീസ് കൈൻഡ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ? നമുക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ കിട്ടുക? ദ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കസ്റ്റമർ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കാം അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കംപ്രൈസസ് ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കസ്റ്റമറുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറിച്ചിട്ടുള്ള ക്രെഡിറ്റ് ഇൻഫോർമേഷൻ അവൈലബിൾ ആകും. എനിവേ, there are 5 dimensions for evaluating the customer. കസ്റ്റമറിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവിടെ 5 C's ഓർ ഡയമെൻഷൻസ് ഉണ്ട്. ദേ ആർ ക്യാപിറ്റൽ,
character, collateral, capacity and condition. Once again, capital, character, collateral, capacity and conditions. Capital എന്ന് പറഞ്ഞാൽ അവരുടെ capital ആണല്ലേ before starting the business, then and running the business. Character എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു character dealings. Collateral എന്ന് പറഞ്ഞാൽ അവർക്ക് കൊളാട്രൽ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്താണ് അവരുടെ, ദെൻ കപ്പാസിറ്റി അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റിന്റെ കണ്ടീഷൻസ്. ദീസ് ആർ ഓൾ ദ 5 dimensions ഫോർ ഇവാലുവേറ്റിംഗ് ദി ക്രെഡിറ്റ് അപ്ലിക്കൻസ്. So we have completed the 3 aspects of receivable management. They are determining credit policy, second one determining credit terms, and the third one is evaluating the credit applicants. The next 2 aspects of receivable management can be discussed in our later classes. Okay, thank you students.